എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ബാങ് മീഡിയക്കാരി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലോ. അവളെ ടോർച്ചർ ചെയ്തിട്ട് വിജിലന്റിനെ കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് അവളോട് ചോദിക്കുന്നു. അവൾക്കാണെങ്കിൽ വിജിലന്റിനെ കുറിച്ച് അറിയില്ലല്ലോ, തനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ബാങ് ഇത് വിശ്വസിക്കുന്നില്ല. കുറച്ചു ദിവസമായി മീഡിയക്കാരിയെ കാണാത്തത് കൊണ്ട് തന്നെ കങ്ങും അവളുടെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. അവനും ആ ഒരു ഡോറും തുറന്ന് അവിടേക്ക് വരുന്ന സമയം അവിടെ ആകെ സാധനങ്ങളൊക്കെ മറിഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. അവന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, മീഡിയക്കാരി ആരും തട്ടിക്കൊണ്ടുപോയി. ഇക്കാര്യം ഉടനെ തന്നെ കിമ്മിനെ വിളിച്ച് പറയുന്നുണ്ട്. കിമ്മിന് അറിയാം സാംഡോയുടെ ആൾക്കാരിൽ ആരുമാണ് അവളെ തട്ടിക്കൊണ്ടുപോയതെന്ന്. അതുകൊണ്ട് തന്നെ അയാളുടെ ഓഫീസിലേക്ക് പോകാനായി ഇവരും തീരുമാനിക്കുന്നു. അവിടേക്ക് ആദ്യം എത്തുന്നത് കങ്ങാണ്. അവനാണ് വിജിലന്റ് എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ഗുണ്ടകളെല്ലാം തന്നെ അവന്റെ പുറകെ പോകുന്നു. ആ ഗ്യാപ്പിന് കിം ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതിനകത്ത് ഒരു ജോലിക്കാരനും സാംഡോയോട് ഇവിടെ വിജിലന്റ് വന്ന കാര്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കിമ്മും അയാളെ പിടികൂടിയിട്ട് തന്റെ ഫോണിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം സാംഡോയ്ക്ക് വായിച്ചു കൊടുക്കാനായി പറയുന്നത്. 7 മണിക്ക് മീഡിയക്കാരിയെ നാളെ കൃത്യം രാത്രി 7 മണിക്ക് മീഡിയക്കാരി വേൾഡ് കപ്പ് കൺസേർട്ട് ഹാളിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ജോലിക്കാരനും സാംഡോയോട് അതുപോലെ തന്നെ പറയുന്നു. പക്ഷേ ശരിക്കും സാംഡോ അല്ല മീഡിയക്കാരി തട്ടിക്കൊണ്ടുപോയത്, ആ ബാങ്ക് ആണ്. അയാളുടെ കൂട്ടാളിയെ വിജിലന്റ് ഉപദ്രവിച്ചതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മീഡിയക്കാരി കൊണ്ടുവന്നാൽ മാത്രമേ ആ ക്രിപ്റ്റോ വാലറ്റ് ഞാൻ നിങ്ങൾക്ക് തരികയുള്ളൂ, നിങ്ങൾക്ക് പണമൊന്നും തന്നെ കിട്ടില്ല. അതുകൊണ്ട് മീഡിയക്കാരി തീർച്ചയായിട്ടും കൊണ്ടുവരണമെന്ന് കിമ്മും പറയുന്നു. അപ്പോഴാണ് സാംഡോയും അവളെ കുറിച്ച് അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും ആ ബാങ്ക് തന്നെയാണ് അവളെ തട്ടിക്കൊണ്ടുപോയതെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ സാംഡോയും ബാങ്കിനെ വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യില് മീഡിയക്കാരി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ആ ബോള് തരാമെന്ന് പറഞ്ഞതിന്റെ 3 ഇരട്ടി പണം ഞാൻ തരാം. ബാങ്കും ആ വിജിലന്റ് നിന്നെ വിളിച്ചിട്ടുണ്ടല്ലേ? സാംഡോയും ഞാനും വിജിലന്റും തമ്മിൽ കണ്ടുമുട്ടാനായിട്ട് പോവുകയാണ്, അതെവിടെയാണ് സ്ഥലം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ആ ബോള് പറഞ്ഞതിന്റെ 5 ഇരട്ടി പണവും ഞാൻ തരാം. അതിന് പകരമായി ആ മീഡിയക്കാരെ വിട്ടുതരണം, ഞാൻ നിങ്ങൾക്ക് സ്ഥലവും സമയവും ഒക്കെ അറിയിക്കുന്നതാണ്. സാംഡോയും ഒരു പ്ലാൻ ഇടുന്നുണ്ട്. നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും വിളിച്ചോ, അവന്മാരെ നമുക്ക് ഇന്ന് തന്നെ കൊലപ്പെടുത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കുന്നതായിരിക്കും. കിമ്മിനും അത് നന്നായിട്ട് അറിയാം. അവനവന്റെ ആൾക്കാരെ കൂട്ടിയിട്ടായിരിക്കും അവിടേക്ക് വരുന്നത്. നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് കങ്ങൻ ചോദിക്കുന്നുണ്ട്. ഇവരിങ്ങനെ കൂടിക്കാഴ്ച നടത്തുന്നത് ഇവന്റെ കൂട്ടുകാരനും ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. കങ്ങ് പോയ ശേഷം കിമ്മൻ നടന്നു പോവുകയായിരുന്നു. നീ കുറച്ചു നാളായിട്ട് ക്ലാസ് ഒക്കെ മിസ് ചെയ്യുകയാണല്ലോ, എനിക്കൊരു പോലീസ് ഓഫീസർ ആവണ്ടേ? ഇപ്പോഴൊന്നും തന്നെ താമസിച്ചിട്ടില്ല, നീ സ്കൂളിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് അവനും പോകുന്നു. കിമ്മനും മനസ്സിലാകുന്നുണ്ട് ഇവൻ എന്തൊക്കെയോ അറിയാം. ശേഷം ജിമ്മും പോലീസും ആ പോലീസുകാരന്റെ മരണച്ചടങ്ങിലേക്ക് പോകുന്നുണ്ട്. ആ സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസുകാരനെ ഒരു ദയവില്ലാതെയാണ് അവർ കൊന്നിരിക്കുന്നത്. അത് ജിമ്മും പോലീസിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. ശേഷമാണ് ജിമ്മും പോലീസും ഇയാളെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ കിഡ്നാപ്പറിനെയും മൊട്ടയും കുറിച്ച് ഓർക്കുന്നത്. ഇയാള് കുറച്ചു നാളെ ഹോസ്പിറ്റലിലായിരുന്നല്ലോ, അവരെ മറ്റൊരിടത്ത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇവന്മാർക്ക് ഫുഡൊന്നും തന്നെ കൊടുക്കാത്തത് കൊണ്ട് രണ്ടുപേരും മയങ്ങി വീണിട്ടുണ്ടായിരുന്നു. ജിമ്മും പോലീസും അവർക്ക് ഫുഡൊക്കെ വാങ്ങി കൊടുക്കുന്നു. ഇവരെ സാംഡോയുടെ ആൾക്കാരാണെങ്കിലും ജിമ്മും പോലീസിനോടാണ് ഇവർക്കിപ്പോ കൂറ്. ഈ ഫുഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതല്ല, ഞാനൊരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറയും, അത് ചെയ്യണമെന്ന് ജിമ്മും പോലീസും പറയും. ശേഷം സാംഡോയും വിജിലന്റിനെ കാണാനുള്ള ആ ഒരു ദിവസം അന്നത്തെ ബാങ്കും മീഡിയക്കാരിയോട് റെഡി ആകാനായിട്ട് പറയുന്നുണ്ട്. വിജിലന്റിനെ ഇന്ന് കാണാനായിട്ട് പോവുകയാണ്, ആ ക്രിപ്റ്റോ വാലറ്റിന് പകരം നിന്നെ കൈമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുമ്പോഴാണ് അവൾക്കും സന്തോഷമാകുന്നത്. ശേഷം എല്ലാ ഗുണ്ടകളും ചേർന്ന് കിമ്മ് പറഞ്ഞ ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. ഈ ഗുണ്ടകളെല്ലാം ചേർന്ന് ആ ഒരു സ്റ്റേഡിയത്തിന്റെ CCTV ഇരിക്കുന്ന റൂമിലേക്ക് പോവുകയും അവിടെയുള്ള എല്ലാവരെയും അടിച്ചിടുകയും ചെയ്യുന്നു. ആ സ്റ്റേഡിയത്തില് ഇന്ന് എന്തോ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോഴേക്കും ഒരു ബ്ലാക്ക് ഹൂഡി ധരിച്ച ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നതായി CCTV നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാംഡോയുടെ ഗുണ്ടകളും കാണുന്നു. അവരും അത് കണ്ടിട്ട് സാംഡോയുടെ അടുത്ത് വിജിലന്റ് ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരുപാട് പേർ വിജിലന്റിനെ പോലെ ബ്ലാക്ക് കളർ ഹൂഡി ധരിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാംഡോയും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് ആ സ്റ്റേഡിയത്തിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന്റെ ഡ്രസ് കോഡായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഹൂഡിയാണ്, വിജിലന്റിന്റെ ഡ്രസ്സാണ്. ഒരുപാട് വിജിലന്റുമാരുടെ കൂട്ടത്തിൽ കിമ്മും ആ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. കിമ്മിനെ ഫോളോ ചെയ്ത് അവന്റെ കൂട്ടുകാരനായി മിന്നും അങ്ങോട്ടേക്ക് വരുന്നതായി നമ്മളെ കാണിക്കുന്നു. അവിടേക്ക് ബാങ്കും മീഡിയക്കാരെയും കൊണ്ട് എത്തുന്ന സമയം ഒരുപാട് വിജിലന്റുമാരെ അയാളും കാണുന്നുണ്ട്. വിജിലന്റ് ഞാൻ വിചാരിച്ചതിനേക്കാളും സ്മാർട്ടാണ്. ബാങ്കും മീഡിയക്കാരിയോട് ഒരു കാര്യം പറയുന്നുണ്ട്, നീ വിജിലന്റിനെ എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളെ അപ്പോൾ തന്നെ വിവരം അറിയിക്കണം, മറ്റെന്തെങ്കിലും ചെയ്യാനോ രക്ഷപ്പെടാനോ ശ്രമിച്ചാ നീ മരിക്കുന്നതായിരിക്കും. അത് സമ്മതിച്ച് അവളും പുറത്തേക്ക് പോകുന്നു. മീഡിയക്കാരി അങ്ങോട്ടേക്ക് വന്ന കാര്യം CCTV നോക്കിയിട്ട് സാംഡോയുടെ ആൾക്കാര് അയാളെ അറിയിക്കുന്നുണ്ട്. അവിടെ ആ ഫെസ്റ്റിവൽ നടത്തുന്ന ആൾക്കാര് മീഡിയക്കാരിയെയും ബാങ്കിന്റെ ആളെയും തടഞ്ഞു നിർത്തി ആ ഒരു ഡ്രസ് കോഡ് ധരിച്ചാൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാനാവൂ എന്ന് പറഞ്ഞപ്പോ അവരും ആ ബ്ലാക്ക് ഹൂഡി ധരിച്ച് അകത്തേക്ക് പ്രവേശിക്കുന്നു. ഈ സാംഡോയും ആൾക്കാരും അവിടേക്ക് വന്ന് നിൽക്കുന്നത് കിമ്മും കങ്ങും കാണുന്നുണ്ട്. കങ്ങും എന്താ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു പ്ലാൻ ചെയ്ത കാര്യം നമ്മളെ കാണിക്കുന്നത്. കങ്ങും നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ എന്തായാലും മീഡിയക്കാരെ രക്ഷപ്പെടുത്തിയേ മതിയാകൂ. കിമ്മും എന്തായാലും ആ സാംഡോ ബാങ്കിനെയോ ആ പോലീസിന്റെ സുപ്പീരിയറിനെയോ കൊല്ലാനായി ശ്രമിക്കും, കാരണം അവന് രക്ഷപ്പെടണമെങ്കിൽ അതേ ഉള്ളൂ ഒരു മാർഗം. അടി തുടങ്ങുമെന്ന് ഉറപ്പാകുന്ന സമയം സാംഡോയെ ഉള്ളിലേക്ക് കയറ്റിവിടണം. ശേഷം സാംഡോയും അയാളുടെ ഗുണ്ടകളും സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആ ഒരു സ്റ്റേഡിയത്തിലാണെങ്കിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു. മീഡിയക്കാരിയും ആ ബാങ്കിന്റെ ആളും കൂടി കിമ്മിനെ തിരക്കി
ബാങ്കിലേക്ക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ ബാങ്കിന്റെ ഗുണ്ടയും കൂടെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ മീഡിയക്കാരിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനാകില്ല. അവളും അവനെ തിരക്കുന്നു. കിമ്മും ആ ആൾക്കൂട്ടത്തിനിടയിൽ തന്നെ ഉണ്ടായിരുന്നു. മീഡിയക്കാരിയും അവനെ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ബാങ്കിന്റെ ആളും അവളെയും തള്ളിമാറ്റി കിമ്മിന്റെ അടുത്തേക്ക് എത്തുവാനായി ശ്രമിക്കുന്നു. അയാളും ഒരാളെ അടിക്കുന്നുണ്ടെങ്കിലും അത് കിം ആയിരുന്നില്ല. ആ സമയം കൊണ്ട് തന്നെ കിം മീഡിയക്കാരിയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം ദൂരെ മാറി നിന്ന് ബാങ്കും കണ്ടിട്ടുണ്ടായിരുന്നു. ബാങ്കും അയാളുടെ കൂട്ടാളിയും കിമ്മിന്റെയും മീഡിയക്കാരുടെയും പുറകെ പോകുന്നുണ്ട്. സാംഡോയും അത് കണ്ടിട്ട് പോകാനായി നിൽക്കുമ്പോഴാണ് മറ്റൊരു വിജിലന്റ് അവിടേക്ക് വരുന്നത്. അത് കങ് ആയിരുന്നു. അവനും എടാ സാംഡോ എന്നൊക്കെ വിളിച്ച് അവിടേക്ക് വരുന്നുണ്ട്. നീ ആരാടെന്ന് സാംഡോയും ചോദിക്കുമ്പോ കങ്ങും ഞാൻ ആരാണെന്ന് നീ വിചാരിക്കുന്നേ? നിന്നെ പിടിക്കാമെന്ന ഒരു ഡീമനാണ് ഞാനെന്ന് പറഞ്ഞ് അവനോട് വഴക്ക് കൂടാനായി ശ്രമിക്കുമ്പോ സാംഡോയുടെ ഗുണ്ടകളും അവനെ അടിക്കാനായി വരുന്നു. അവനും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. സാംഡോയുടെ എല്ലാ ഗുണ്ടകളും അവന്റെ പുറകെ തന്നെ പോകുന്നു. ഇവിടെ മീഡിയക്കാരിയും കിമ്മും ഓടി ഓടി കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്നുണ്ട്. അവരും ബാങ്കിന്റെ കയ്യിൽ പെടാതെ ഒളിച്ചിരിക്കുന്നുണ്ട്. മീഡിയക്കാരിയാണെങ്കിൽ വിജിലന്റിനെ കണ്ടതിന്റെ ഷോക്കിലായിരുന്നു. കിമ്മും അവളോട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവ് സ്ട്രീം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാനാകൂ എന്ന് പറഞ്ഞ് ഒരു ഫോണും അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവൾക്കും വളരെയധികം സന്തോഷമാകുന്നു. കിമ്മും ആ ഒരു ബാങ്കിന്റെ ആളെ കാണുന്നുണ്ട്. ശേഷം അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. ഇക്കാര്യം മീഡിയക്കാരി ഷൂട്ട് ചെയ്ത് ലൈവ് സ്ട്രീം ചെയ്യുന്നു. ഞാനിപ്പോഴുള്ളത് വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിലാണ്. ഇക്കാര്യം എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ജിമ്മും പോലീസും കാണുന്നുണ്ട്. അയാളും റെഡിയായി ഇയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആ മൊട്ടയും ആ തുരപ്പനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടുന്നു. ഇവിടെ കിമ്മും ബാങ്കും തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. ആ സമയം കങ് സാംഡോയുടെ ഗുണ്ടകളെയും കൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോഴാണ് ബാങ്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്. മറ്റൊരു വിജിലന്റ് ഉണ്ടല്ലേ, അവന്റെ കാര്യവും ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ സാംഡോയുടെ ആൾക്കാര് രണ്ട് വിജിലന്റുമാരെയും കൊല്ലാനായി ശ്രമിക്കുന്നു. അവരും ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുന്നു. അപ്പോഴാണ് പോലീസിന്റെ സുപ്പീരിയറെ കാണിക്കുന്നത്. അയാൾ ആ പൊളിറ്റീഷ്യന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ഈ പൊളിറ്റീഷ്യന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സുപ്പീരിയറും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് സുപ്പീരിയറിന്റെ ആള് അങ്ങോട്ടേക്ക് വന്ന് വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിൽ വെച്ച് സാംഡോയുടെ ആൾക്കാരും വിജിലന്റും തമ്മിൽ ഫൈറ്റ് നടക്കുന്നു എന്നുള്ള കാര്യം സുപ്പീരിയറിനെ അറിയിക്കുന്നത്. അത് മീഡിയക്കാരി ലൈവ് സ്ട്രീമിംഗ് ചെയ്യുകയാണെന്നുള്ള കാര്യം അറിയിക്കുന്നു. അപ്പോഴാണ് പൊളിറ്റീഷ്യൻ ദേഷ്യപ്പെട്ട് അവളുടെ കാര്യം നീ ഇതുവരെ കൈകാര്യം ചെയ്തില്ലേ, ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് സുപ്പീരിയറും അവിടെ നിന്ന് ഇറങ്ങുന്നു. അതേസമയം ഇവിടെ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുകയാണ്. ഒരു ഭാഗത്ത് സാംഡോയുടെ വലിയ ഗുണ്ടകളും മറുഭാഗത്ത് വിജിലന്റുമാര് രണ്ടുപേരും മാത്രം. ഇവരും പറ്റുന്ന പോലെയൊക്കെ പിടിച്ചു നിൽക്കുന്നു. ആ സമയമാണ് നമ്മുടെ ജിമ്മും പോലീസ് അവിടേക്ക് വരുന്നത്. ശേഷം അവരും വിജിലന്റിന്റെ പക്ഷം ചേർന്ന് സാംഡോയുടെ ആൾക്കാരെ എടുത്തിട്ട് അടിക്കുന്നു. ഇവിടെ സാംഡോയും കിമ്മിനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അയാളും അവനെ കൊല്ലാനായി നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു വിജിലന്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് സാംഡോയെ പിടിച്ചു മാറ്റുന്നു. ആ ദേഷ്യത്തിൽ ആ വിജിലന്റിനെ സാംഡോയും കുത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്. ഇത് കണ്ട് കിം അയാളെ പിടിച്ചു മാറ്റുന്നു. ആ വിജിലന്റ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവനെ നോക്കുമ്പോഴാണ് അവന്റെ കൂട്ടുകാരനായ മിന്നായിരുന്നു അത്. അത് കണ്ടിട്ട് കിമ്മും ഷോക്കാകുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ച് കിമ്മും അവന് വഴക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയം അവിടേക്ക് പോലീസുകാരും എത്തുന്നു. മീഡിയക്കാരി അത് കണ്ട് പോലീസ് വന്നിട്ടുണ്ട്. കിമ്മും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, നീ മിന്നിന്റെ കാര്യം നോക്കിക്കൊള്ളണം, അവനെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് മീഡിയക്കാരിയോട് പറയുന്നു. മിന്നും നീ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ശരിയായിട്ടുള്ള കാര്യം. ശേഷം അവനെ മീഡിയക്കാരിയുടെ കയ്യിലേൽപ്പിച്ച് കിമ്മും അവിടെ നിറങ്ങി ഓടുന്നുണ്ട്. ഇക്കാര്യം ജിമ്മും പോലീസും കാണുന്നു. സാംഡോയുടെ ആൾക്കാരും അവന്റെ പുറകെ തന്നെയുണ്ട്. കിമ്മും കങ്ങും കൂടി സ്റ്റേഡിയത്തിനകത്തേക്ക് ഓടിക്കയറി പോകുന്നു. കിമ്മു പോയതിനു ശേഷം അവിടേക്കുള്ള വാതില് കങ് അടയ്ക്കുന്നുണ്ട്. അവിടെ വരുന്ന സാംഡോയുടെ ഗുണ്ടകളെ എല്ലാം തന്നെ അവൻ അടിച്ചിടുന്നു. ശേഷം മറ്റൊരു സ്ഥലത്തെത്തി സാംഡോയും ബാങ്കും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. കാരണം ഇവരിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ മാത്രമേ ആ പഴി ഒരാളുടെ തലയിൽ വെച്ച് മറ്റൊരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അവിടേക്ക് കിമ്മും എത്തുന്നുണ്ട്. കിമ്മും ഇന്ന് രാത്രി നമ്മളെല്ലാവരും ഇവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നതായിരിക്കും. ജിമ്മും പോലീസും അവിടേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്യാനായി പോവുകയാണ്. അത് കേട്ട് ബാങ്കും ജിമ്മും പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവരിവിടെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് സുപ്പീരിയർ പോലീസും വരുന്നത്. നിന്നെ കൊന്നിനെ തന്നെ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് വിടില്ല, എല്ലാവരെയും ഞാൻ കൊല്ലുന്നതായിരിക്കും. സാംഡോയും നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ എല്ലാവരെയും കൊല്ലും. ആ ക്രിപ്റ്റോ വാലറ്റ് എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തും. അത് കേട്ട് സുപ്പീരിയറും അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ വെടിവെച്ചിടുന്നുണ്ട്. ശേഷം മറ്റുള്ളവരെയും ഷൂട്ട് ചെയ്യാനായി വരുന്ന സമയം അവരും ഒരു സ്ഥലത്തും മാറി നിൽക്കുന്നു. ഇത് കണ്ട സുപ്പീരിയർ അവിടെ ഉണ്ടായിരുന്ന ഒരു ലെവർ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടേക്ക് ശക്തിയില് വെള്ളം വന്ന് വീഴുന്നുണ്ട്. കിമ്മും ജിമ്മും പോലീസും ബാങ്കും ആ വെള്ളത്തിൽ അകപ്പെട്ടു പോകുന്നു. സുപ്പീരിയറും അവരെ കൊല്ലാനായി തോക്ക് റെഡിയാക്കി നിൽക്കുന്നുണ്ട്. അവരും വെള്ളത്തിനടിയിൽ തന്നെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. വെള്ളത്തിനടിയിൽ വെച്ചിട്ട് കിമ്മും ജിമ്മും പോലീസും ഒരു കാര്യവും പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സുപ്പീരിയറിന്റെ തോക്കിന്റെ ബുള്ളറ്റ് എപ്പോഴാണോ തീരുന്നത് ആ സമയം ജിമ്മും പോലീസും കിമ്മിനെ മുകളിലേക്ക് കയറ്റി വിടുന്നു. അവനും അവിടേക്ക് എത്തി സുപ്പീരിയറിനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അവിടേക്ക് ജിമ്മും പോലീസും എത്തുന്നു. കിമ്മിനെയും പിടിച്ചു മാറ്റി സുപ്പീരിയറിനോട് സറണ്ടർ ആകാനായി പറയുന്നുണ്ട്. അതിനയാളും ഇവനാണ് വിജിലന്റ്, അവനെ അറസ്റ്റ് ചെയ്യണം, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരുന്നതായിരിക്കും. അത് കേട്ട് കിമ്മിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ജിമ്മ പോലീസ് അവനെ പിടിച്ചു മാറ്റുന്നു. നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇവൻ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ ഇവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. നിയമത്തിന്റെ വഴികൾ അത് അതേപടി പൊക്കോട്ടെ, ഞാൻ നിനക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം, നിയമം കൊണ്ട് ഇവരെ ശിക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ. ആ സമയം ബാങ് അവിടേക്ക് എഴുന്നേറ്റ് വരുന്നുണ്ട്. അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ വന്ന് കിമ്മിനെയും അറ്റാക്ക് ചെയ്യുന്നു. ആ ഗ്യാപ്പിന് സുപ്പീരിയർ എഴുന്നേറ്റ് വന്ന് കിമ്മിനെയും ജിമ്മും പോലീസും
പോലീസിനെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ജിമ്മൻ പോലീസ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. കിമ്മിന് സാരമായി പരിക്കേൽക്കുന്നുണ്ട്. അയാളും എഴുന്നേറ്റ് വന്ന് സുപ്പീരിയറിനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അത് കണ്ട് ബാങ് അയാളെ ഉപദ്രവിക്കാനായി വരുമ്പോ കിം അതിനെ തടയുന്നു. ബാങ്ങിനെ കൊലപ്പെടുത്തുന്നു. ശേഷം അവിടുത്തെ ആൾക്കാരെ എല്ലാരും തന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നു. മിന്നിനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. അതിനുശേഷം മീഡിയക്കാരിയെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പോലീസും ചോദിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ പറയുന്നത് വിജിലന്റ് എന്ന് പറയുന്നത് പോലീസ് അക്കാഡമിയിലെ ഒരു സ്റ്റുഡന്റ് ആണോ? മിൻ എന്ന് പറയുന്ന കുട്ടിയല്ലേ ആ ക്രൈം സീനിൽ വെച്ച് മരിച്ച കുട്ടി? അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മിന്നിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു, അവൻ മരിച്ചു. ഇവിടെ കിമ്മിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ച മിന്നിന്റെ പേര് അവള് പറഞ്ഞത്. ശേഷം കിമ്മും പോലീസ് അക്കാഡമിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ മിന്നിന്റെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിരുന്നു. അവനും അത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെ തന്നെ മീഡിയക്കാരിയും ജിമ്മൻ പോലീസും നിൽക്കുന്നുണ്ട്. മീഡിയക്കാരിയും കിമ്മാണ് യഥാർത്ഥ വിജിലന്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടുത്തെ കോടതി ആര് സപ്പോർട്ട് ചെയ്ത് നിൽക്കും? അതുകൊണ്ടാണ് മിന്നിന്റെ പേര് ഞാനും പറഞ്ഞത്. എന്റെ അച്ഛൻ ഒരു സിവിൽ സർവന്റ് ആയിരുന്നു. ഒരു അഴിമതി ആരോപണം അദ്ദേഹത്തിനുണ്ടായി. അത് താങ്ങാനാവാതെയാണ് ആത്മഹത്യ ചെയ്തത്. പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹത്തെ ആരോ കുടുക്കുകയായിരുന്നു എന്ന്. ഒരു മീഡിയ പോലും സത്യം പുറത്തു പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മീഡിയയിൽ ചേർന്നത്. വിജിലന്റ് എന്ന ഒരാള് വന്നപ്പോ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. അയാളിലൂടെ ആണെങ്കിലും ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്നെനിക്കുണ്ടായിരുന്നു. ശേഷം കിമ്മും ഒരു ഷോപ്പിൽ ഇരിക്കുമ്പോ അവിടെ ന്യൂസ് കാണുന്നുണ്ട്. ആ ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ ആ സുപ്പീരിയർ നല്ലൊരാൾ ആയിരുന്നെന്നും അയാൾ ആ ക്രിമിനൽസുമായിട്ടുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് കൊല്ലപ്പെട്ടതെന്നുമാണ് റിപ്പോർട്ട് വരുന്നത്. ശരിക്കും അങ്ങനെ അല്ലായിരുന്നല്ലോ. കിമ്മിനും അത് കേൾക്കുമ്പോൾ വിഷമം വരുന്നുണ്ട്. അയാള് ഡ്യൂട്ടിക്ക് വേണ്ടി തന്റെ ജീവൻ തന്നെ ത്യാഗം ചെയ്തു എന്നാണ് പറയുന്നത്. അയാൾ നല്ലൊരു പോലീസുകാരനായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത്. ശേഷം പോലീസ് അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന കിമ്മിനും മറ്റു കുട്ടികൾക്കും പോലീസായി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ചടങ്ങ് നടക്കുകയാണ്. അവരും പ്രതിജ്ഞയൊക്കെ ചൊല്ലുന്നു. കിം ഒരു പോലീസുകാരനാവുന്നതും അവൻ ഇനിയും നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് അവസാനിക്കുന്നത്.